രാജ്യതലസ്ഥാനത്ത് ശക്തി പ്രകടനത്തിന്റെ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി. സോണിയാഗാന്ധി അടക്കം 28 പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കൊപ്പം കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളും രാംലീല മൈതാനത്ത് അണിനിരന്നു. നവഭാരത നിർമ്മാണത്തിനായി പിന്തുണ തേടിയുള്ള കെജ്രിവാളിന്റെ സന്ദേശം വേദിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. 400 സീറ്റിനായി പ്രധാനമന്ത്രി മോദി ഏജൻസികളെ ഉപയോഗിച്ച് മാച്ച് ഫിക്സിംഗ് നടത്തുകയാണെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. പ്രതിപക്ഷത്തിനു മറുപടിയായി മീററ്റിലെ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിമതിക്കെതിരായ പോരാട്ടത്തെ പ്രതിപക്ഷം തടസ്സപ്പെടുത്തുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനം. ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ രാഷ്ട്രീയ ശക്തി പ്രകടനമായി മാറുകയായിരുന്നു രാംലീലയിലെ ജനാധിപത്യ സംരക്ഷണ മഹാറാലി. കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗത്തിനെതിരെ ഇന്ത്യ സഖ്യം പ്രഖ്യാപിച്ച മഹാറാലിയിൽ അണിനിരുന്നത് 28 പ്രതിപക്ഷ പാർട്ടികളാണ്. മല്ലികാർജുൻ ഖർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സീതാറാം യെച്ചൂരി, ഡി രാജ, ശരത് പവാർ, ഉദ്ധവ് താക്കറെ, അഖിലേഷ് യാദവ്, തേജസ്വി യാദവ് അടക്കം പ്രധാന നേതാക്കളെല്ലാം വേദിയിൽ കൈകോർത്തു. ഒപ്പം കെജ്രിവാളിന്റെ ഭാര്യ സുനിതയും ഹേമന്ത് സോറിന്റെ ഭാര്യ കൽപ്പനയും. സ്വേച്ഛാധിപത്യത്തിനെതിരെ പോരാടുക തന്നെ ചെയ്യുമെന്ന ജയിലിൽ കഴിയുന്ന കെജ്രിവാളിന്റെ സന്ദേശം സുനിത വായിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ ഏജൻസികളെ ഉപയോഗിച്ചുള്ള നരേന്ദ്രമോദിയുടെ മാച്ച് ഫിക്സിംഗ് ആണ് നടക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചപ്പോൾ രാംലീല മൈതാനത്ത് പ്രിയങ്ക മോദിയെ ഉപമിച്ചത് എല്ലാം ഉണ്ടായിട്ടും പരാജയപ്പെട്ട രാവണനോട്. रथ रावण के पास था, संसाधन रावण के पास थे, सेना रावण के पास थी, सोना रावण के पास थी, वो तो सोने की लंका में रहता था. കേന്ദ്ര നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമുയരുമെന്ന് ഉദ്ധവ് താക്കറെ. കെജ്രിവാളിനായുള്ള പ്രതിഷേധമല്ല, ഭരണഘടനയെ രക്ഷിക്കാനാണ് ഒത്തുചേർന്നതെന്ന് മെഹബൂബ മുഫ്തി. രാജ്യം ആരുടെയും പിതൃസ്വത്തല്ലെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ. കോൺഗ്രസ് പാർട്ടിയെ കേന്ദ്രം വരിഞ്ഞു മുറുക്കിയെന്നും 140 കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് പോരാട്ടമെന്നും മല്ലികാർജുൻ ഖർഗെ. രാജ്യത്തെ രക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പെന്ന സംയുക്താഹ്വാനമാണ് മഹാറാലിയിൽ ഇന്ത്യ സഖ്യം നൽകിയത്. റാലി പിരിഞ്ഞ് നിമിഷങ്ങൾക്കകം ഇന്ത്യ സഖ്യത്തിനെതിരെ മീററ്റിലെ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടുത്ത വിമർശനമുയർത്തി. പ്രതിപക്ഷം അഴിമതിക്കെതിരായ പോരാട്ടത്തെ തടസ്സപ്പെടുത്തുന്നു. पूरी ताकत से भ्रष्टाचार के खिलाफ लड़ाई लड़ रहा है, तो इन लोगों ने मिलकर एक इंडी गठबंधन भी बना लिया है. അയോധ്യ രാമക്ഷേത്രവും വനിതാ സംവരണ ബില്ലും സർക്കാരിന്റെ നേട്ടങ്ങളായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇതുവരെ കണ്ടത് വികസനത്തിന്റെ ട്രെയിലർ മാത്രമാണെന്നും മൂന്നാമൂഴത്തിനായി പരിശ്രമിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗം വിഷയമാക്കി രാംലീല മൈതാനത്ത് വിളിച്ച മഹാറാലി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനമായി മാറി. ഈ തിരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ മാത്രമല്ല, രാജ്യത്തെ രക്ഷിക്കാൻ എന്നാണ് സംയുക്താഹ്വാനം. എന്നാൽ അഴിമതിക്കെതിരായ പോരാട്ടത്തെ തടയാനാണ് ശ്രമമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിരോധം. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി.